നിങ്ങൾക്ക് അകത്ത് കയറിയൊന്ന് കുടിച്ചൂടെ? പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒന്ന് കുടിക്കുന്നത് ശരിയാണ്? പൂമംഗലത്തെ മോഹൻ പബ്ലിക്കായിട്ടേ കുടിക്കൂ, നോ സീക്രട്ട്. വിടാശാനെ, അല്ല ഇയാൾക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. കൊള്ളാവൻ തറവാട്ടിലെ പിള്ളേർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ ആശാനെ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പോട്ടെ. ഞാൻ വീട്ടിൽ ചെന്ന് ഈ വേഷം മാറി അല്പം ദ്രവ്യം എടുത്തോണ്ട് വരാം. നീ ഇവിടെ വിളിച്ചു തന്നാ മതി. വേഗം പറഞ്ഞേ. രക്ഷപ്പെട്ടു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മ കണ്ടോ? ഹേയ്, അമ്മാവനോ? മൂപ്പിലാൻ കാല് മാറുന്നു. കാല് മറന്നോ? ഓ, കണ്ണടയുടെ കാലൊടിഞ്ഞ് അത് മാറുന്നു. പക്ഷെ എന്നെങ്കിലും അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ ഞാൻ പെടും. അതോടെ എന്റെ ആപ്പീസും പൂട്ടും. നിനക്ക് അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ? ഇനി നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത പരിപാടി എന്താ അതൊന്നറിഞ്ഞാ കൊള്ളാം. ഇന്നലത്തെ പോലെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാനാണ് ഞാനില്ല. കാണുന്നിടത്തൊക്കെ കയറി മുട്ടും. തട്ട് കിട്ടുന്ന എനിക്ക്. ഒന്ന് നിർത്തടാ. അമ്മ ഇപ്പൊ 100 കൂട്ടം ജോലിയായിട്ട് വരും. അതിനുമ്പോ വിളിച്ചാരണം. അങ്ങനെ അങ്ങ് തിടുക്കം കൂട്ടിയല്ലോ. ഇങ്ങോട്ട് മാറിയില്ല. ഞാനും ഒന്ന് വിനുങ്ങട്ടെ. കൂട്ടത്തിൽ നടക്കുന്നോണ്ട് ഗുണമോ ഇല്ല. എന്നാത്തല്ലേ മണമെങ്കിലും ഇരുന്നോട്ടെ. അച്ഛനെ സത്യം പറയണം, ഇപ്പൊ എന്റെ മണത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. എനിക്കെങ്ങും വേണ്ട. അതിനുവേണ്ടി എത്രയോ പേര് കൊതിച്ചു കിടക്കുന്നു. അവർക്കോട് ദൈവമേ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ? ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വേഗം വന്നേക്കാമേ. വെളിയിൽ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി പോയാ പാതിരാത്രി കഴിയാതെ നീ തിരിച്ചു വരുവോ? എന്തെല്ലാം ജോലി കിടക്കുന്നു. എസ്റ്റേറ്റിൽ പോണം, ബാങ്കിൽ പോണം, പിന്നെ ആ കളക്ടറെ ഒന്ന് കാണണം. അങ്ങനെ അതിനല്ലേ അമ്മയുള്ളത്. സഹായത്തിന് അമ്മാവനുമില്ലേ? അതേതായാലും നന്നായി മോഹൻ. നിന്റെ അച്ഛൻ നിനക്ക് സമ്പാദിച്ചു തന്നിരിക്കുന്ന സ്വത്ത് നോക്കി നടത്തേണ്ടത് നീയല്ലേ, ഞങ്ങളാണോ? അമ്മാവന് പിന്നെ എന്തോ ജോലി? കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന് പകരം നിന്റെ സ്വത്ത് നോക്കി നടന്നാ മതിയോ? ഏതായാലും ഞങ്ങളെ സഹായിക്കാനല്ലേ അമ്മാവൻ ഇവിടെ താമസിക്കുന്നത്. ചുമ്മാ സഹായിച്ചേട്ടമ്മാവാ. എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിചാരിക്കുന്നേ നടക്കും. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. നേരാ. വളരെയേറെ സ്വത്തും അതിലേറെ സ്വഭാവദോഷം ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ അവന്റെ അച്ഛൻ? കുട്ടിക്കാലം മുതലേ അതൊക്കെ കണ്ടല്ലേ അവനും വളർന്നത്. ഇവനെ ഇനി എങ്ങനെയാ ചേട്ടാ നേരെ കൊണ്ടുവരിക? പിഴച്ചവനെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഇവനെ കിട്ടാൻ പെണ്ണിനെ കിട്ടുമോ? അറിയാവുന്നവരാരെങ്കിലും പെണ്ണ് തരുമോ? മോഹൻ പോയില്ലേ ഇതുവരെ? ഇവനെന്തിനാ ഹോൺ അടിക്കുന്നത്? ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണേ. നീ എന്തിനാ അതിനകത്ത് കയറിയിരുന്നേ? ഇറങ്ങാൻ വേണ്ടി കയറിയതാണേ. നീ ഉത്തമനാ ചേട്ടാ അവനെ വഷളാക്കുന്നത്. അയ്യോ, ദൈവദോഷം പറയല്ലേ. ഉത്തമം വിചാരിച്ചാൽ വല്ലതും നടക്കുമോ? നമ്മുടെ മോഹൻ എന്ന് പറയുന്നത് ദുർഗുണങ്ങളുടെ ഒരു സർവകലാശാലയാ. അന്തോണി ചേട്ടാ, ഷീറ്റ് എത്രയുണ്ട്? 54 ഉണ്ട് കുഞ്ഞെ. വൈകുന്നേരം സഹകരണ സംഘം ഓഫീസിലേക്ക് കൊടുത്തേക്ക്. ശരി കുഞ്ഞെ. വളം എടുത്തു വെച്ച കുഞ്ഞുണ്ണി? എടുത്തു വെച്ചു. അടുക്കളയുടെ മൂലയിൽ പെരിച്ചാഴി മന്തി ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. അത് ആള് താമസം ഇല്ലാത്തോണ്ടാവും. ഏതായാലും കുറച്ച് കല്ല് വാരിയിട്ടും തല്ലി നിർത്തിയേക്ക്. താക്കോൽ ആരുടെ കൊടുക്കണം? പണി കഴിഞ്ഞ് പൂട്ടി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി വരുന്നു. ശരി വാല. അത് നമുക്ക് ചുരുട്ടിക്കാം. നീ നോക്കിയോ?
മേരിക്കുട്ടി, ഈ ഉത്തമം പറയുന്നത് ചെമ്പ് കുടമാണെന്ന്, ഞാൻ പറഞ്ഞു മൺകുടമാണെന്ന്. നീ നോക്കൂ. എങ്ങനെ ഇരിക്കുന്നു? ഓ, മൺകുടം തന്നെ, മൺകുടം തന്നെ. എന്നാലും കുടം പൊട്ടിക്കണ്ടായിരുന്നു ആശാൻ. പോട്ടെ മേരിക്കുട്ടി, ക്ഷമിച്ചു കള. ആശാൻ കണ്ണടച്ച് തിരിഞ്ഞു നിന്നോ. മേരിക്കുട്ടി, അതല്ല ഇനി ഉരിഞ്ഞിതാ, ഞാൻ പിഴിഞ്ഞു തരാം. അമ്മയോട് പറഞ്ഞാൽ മതി. വീട്ടിൽ ഇരിക്കുന്നതിനെ പറഞ്ഞോടല്ലോ. പോട്ടെ ആശാനെ. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്. നീ പോവണ്ണേ. നാറികള്. പൊക്കണല്ലോ. അതിനോ പ്രയാസം. പൊക്ക പൊക്ക. അവിടെ എന്തായിരുന്നു മേരിക്കുട്ടി? അയാൾ എന്റെ കുടം തല്ലി പൊട്ടിച്ചു. ഇവന്റെ തന്ത ഈ കരയിലെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു. ഇവൻ അയാളെ വിട്ടുന്ന നരകാസുരനായിട്ട് വളർന്നു വരുന്നു. നീ ചെല്ല്. ഇന്നെന്താ എത്ര താമസിച്ചത്? എന്താ ദിവസവും കൃത്യസമയത്ത് ഇവിടെ വന്ന് ഹാജർ വെച്ചോളണം നിയമമുണ്ടോ? ഇന്ന് ഉടക്കമായിട്ടാണല്ലോ പുറപ്പാട്. എന്ത് പറ്റി? ഓ, വഴിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. സാരമില്ല. സാറാമ്മച്ചേ. ആഹാ, മോഹൻ കുഞ്ഞ് വന്നോ? സാറാമ്മച്ചേ, പുതിയത് വല്ലത്? കിളിപോലൊന്ന് വന്നിട്ടുണ്ട്. കേറിയിരിക്കെ, ഞാൻ വിളിച്ചോണ്ട് വരാം. വാ വാ. ദേ, ഇതാ പെണ്ണ്. ഇതിവിടെ പണ്ടുണ്ടായിരുന്ന വാസന്തിയല്ലേ? അവള് പേര് മാറ്റി. ഇപ്പൊ ലീല എന്നാ പേര്. പേര് മാറ്റിയെന്ന് വെച്ചാൽ ആള് മാറൂ. ഇവിടെ ഇപ്പൊ പുതിയതൊന്നും വരാറില്ലേ സാറാമ്മേ? ഇതെന്തോന്നാ, ചക്കയോ മാങ്ങയോ വല്ലോ ആന്നോ? പെൺപിള്ളേരല്ലേ, ആരെങ്കിലും കൊണ്ടുവരണ്ടേ? മോളെ മേരിക്കുട്ടി, മണി 8 കഴിഞ്ഞ് നീ ചന്തേ പോകുന്നില്ലേ? ഞാൻ പോവാപ്പാ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, കറലെണ്ണ വാങ്ങിച്ചാൽ മതി. പലചരക്കടയിൽ ബാക്കി കൊടുക്കണ്ടേപ്പാ? അത് ഞാൻ വൈകിട്ട് അതുവഴി ചെല്ലുമ്പോൾ കൊടുത്തേക്കാന്ന് പറ. വേഗം പോ. അച്ഛനെ, മേരിക്കുട്ടി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ചന്തയിലേക്ക്. ഞങ്ങൾ കൊണ്ടുവിടാ. വേണ്ട. പിടിച്ച് വണ്ടി കയറടാ. കുട്ടിയും പട്ടിയായിട്ടാണ് ഒരു നല്ല സ്ഥലത്തേക്ക് വരണം. വടി. കേറ്. 14, 15, 16, 17, 18, 19, 20, 21. തന്റെ മകളെ ആ മോഹൻ ഉത്തരവും കൂടെ ജീപ്പെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി. ചതിച്ചോ കർത്താവേ? എങ്ങോട്ടാ കൊണ്ടുപോയത്? വിലാസിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കാണും. ക്ഷമിച്ചോളാ. ഇനി അവളെതിരൊന്നും പറയല. പട്ടി, ഞാനും നിന്നെ പോലെയാണ് കരുതോടി. പെണ്ണിന് കുടുംബത്ത് പോയി അപ്പനെ കാണണ്ടാന്ന് തോന്നുന്നു. കാണണ്ടാ, എന്നാലും നീ ഒന്നും വിചാരിക്കുന്നത് നടക്കത്തില്ലടാ. ശരി, എങ്കിൽ അത് തന്നെ ഒന്ന് പരീക്ഷിച്ചാളെ. ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ, എടുത്തോണ്ട് പോവാൻ. എടുത്തോണ്ട് ഓടി വെച്ചേ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മോഹൻ സാറേ. സാർ എന്നെ ഉപേക്ഷിച്ച പിന്നെ എനിക്ക് ആരുമില്ല. നുണ പറയല്ലേ വിലാസിനി, നിനക്ക് പലരും ഇല്ലേ? എന്റെ സ്ഥിതി അതാണോ? ആശാനായിട്ടും ശിഷ്യനായിട്ടും കൂട്ടുകാരനായിട്ടും ഉണ്ടായിരുന്ന ആകെ ഒരു തിരിയല്ലേ. ഈ കടുങ്കൈ കാണിച്ചാ പിന്നെ ഞാൻ വഴിയാധാരമല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ, പിന്നെ കല്യാണം ചെയ്യാൻ പോണെന്ന് പറഞ്ഞതോ? എനിക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ഒരു തൊഴിൽ വെച്ചാന്നോട്ടല്ലോ. ഞാനാണോ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? താമസിപ്പിച്ചിരിക്കുന്നത് ഞാനാ. എന്നാലും സാറിന് ഇവളോടൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നല്ലോ. മമത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവൾക്ക് കൈ നിറയെ കാശും കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അത് നേരാ. മേലാൽ അവിടുന്ന് വന്നിട്ടുണ്ട്, ഇവിടുന്ന് വന്നിട്ടുണ്ട്, പുതിയത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ എനിക്ക് ആളെ വിടരുത്. ഇനിയെങ്കിലും ഞാനൊന്ന് നേർവഴിക്ക് ജീവിച്ചോട്ടെ. ഓ, ഇതെന്റെ അവസാനത്തെ വരവാ. ഇതാ ഇതിരിക്കട്ടെ. എല്ലാ ഇടപാടുകളും തീർത്തിരിക്കുന്നു. വരട്ടെ. ഇല്ല, ഞാൻ യാത്ര പറയില്ല. അത് നിന്റെ ഇഷ്ടം. ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാവർക്കും കൂടെ ചേർത്താ കൊടുത്തിരിക്കുന്നത്. അയ്യോ, അപ്പൊ എന്റെ കാര്യം ആശാനെ. നീ പോയി എന്തെങ്കിലും ജോലി ജീവിക്കടാ. എന്നാ ഒരു തമ്പുരു മേടിക്കാനുള്ള കാശെങ്കിലും താ. ഹരിശങ്കര ശിവശങ്കരമാണ് ജീവിച്ചോളാം. ദൈവം നമ്മളെ ചതിച്ചു ഉത്തമ. നോട്ട് ഷുവർ. ഭഗവാനെ, ഈ കല്യാണം ഒന്ന് കലക്കി തരണേ. ഇങ്ങനെ എന്തായി ചെയ്യുന്നേ? എന്താണെന്നാ ചോദിച്ചത്? കാണാൻ പാടില്ലേ? ഇത് എന്റെ നിങ്ങളുടെ നിലത്തിന്റെ അതിർത്തി ആണെന്ന് തിരിച്ചിട്ടിരിക്കുന്ന കല്ലാണ്. ഇതെന്തിനാ ഇളക്കി കളയുന്നത്? മനസ്സുണ്ടായിട്ട്. നീ ആരാ ചോദിക്കാൻ?
എന്റെ നിലത്തിൽ ഞാൻ ഇടിച്ച കല്ലാണ്. അത് വെട്ടിമാറ്റാൻ പറ്റില്ല. വെട്ടി മാറ്റിയാൽ നീ എന്ത് ചെയ്യും? ഇനിയൊന്ന് വെട്ട്, അപ്പ കാണാം. ദാ, വെട്ടടാ. പിന്നെ പറഞ്ഞ ജ്യേഷ്ഠൻ വിശ്വസിക്കോ? ഞാൻ എതിർത്തതാണ്, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതാണ്. എന്നിട്ട് താനല്ലേ എന്നെ പിടിച്ച് ജീപ്പിൽ കയറ്റിയത്? അതുകൊണ്ട് മേരിക്കുട്ടി രക്ഷപ്പെട്ടു. ഞാൻ മേരിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ജീപ്പി കൂടെ പോന്നത്. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. പൂട്ടുണ്ട്, വേണോ? ഓ, തെറ്റിദ്ധരിക്കുന്നവരുടെ പൂട്ട് എനിക്കെന്തിനാ? ആ, വേണ്ടെങ്കിൽ വേണ്ട. ചുരുക്കി പറഞ്ഞ മോഹൻ കുഞ്ഞുമായിട്ടുള്ള കൂട്ട് വിട്ടു. ഞാൻ അന്നേ വിട്ടു. പുള്ളിക്കാരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് പണത്തിന്റെ കൊഴുപ്പ്. ഈ കടുവ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങുന്ന എന്തിനാ? പുല്ല് തിന്നാൻ. അല്ല, തന്റെ പുട്ട് തിന്നാനാ. എടോ, മനുഷ്യന്റെ ചോരയുടെ രുചി അറിഞ്ഞു പോയത് കൊണ്ട്. അതുപോലെ മോഹൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് ശീലിച്ചവനാ. പക്ഷെ കുത്താനുള്ള ശത്രുക്കൾ തീർന്നു പോയി. ഇനി കണ്ടിൽ കാണുന്നവരെയൊക്കെ ഓടിച്ചിട്ട് കുത്തും. അതുകൊണ്ട് നാടിന്റെ നന്മയും പൊതുജനങ്ങളുടെ പ്രാണരക്ഷയും കരുതി ഭീകരനും കൊലയാളിയുമായ മോഹന്റെ ജാമ്യം ഉടനെ റദ്ദു ചെയ്ത് വീണ്ടും ജയിലിൽ അടപ്പിക്കണം. എന്നിട്ട് ആറി ഊറിപ്പോകാതെ ആ കൊലക്കേസ് അയാളുടെ പേരിൽ തന്നെ ചാർജ് ചെയ്ത് ശിക്ഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രക്ഷോഭണം തുടങ്ങണം. എങ്ങനെ ഇരിക്കും? കലക്കും. എങ്കിൽ മീശ കലക്കാൻ തുടങ്ങിക്കോ, ഞാനുണ്ട് മുന്നിൽ. ഈ നാട്ടിൽ എന്തും ആകാം എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതേസമയം ബെല്ലും ബ്രേക്കുമില്ലാതെ ഊമംഗലത്തെ മോഹൻ വെളിച്ചപ്പാടുകൾ പോലെ കത്തിയുമായി നടക്കുകയാണ്. അവന്റെ നേരെ നോക്കുന്നവരെ എല്ലാം അവൻ കൊത്തും. നാട്ടുകാരെ, ഈ ഭയാനകമായ ചുറ്റുപാടിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഓരോ കൊച്ചുപിച്ചാത്തി മേടിക്കണം. അതെപ്പോഴും നിങ്ങളുടെ അരഞ്ഞാണ ചരട് പോലെ നിങ്ങളുടെ അരയിലുണ്ടായിരിക്കണം. മോഹൻ കത്തിയെടുത്താൽ നിങ്ങളും കൊച്ചുപിച്ചാത്തി എടുക്കണം. ജീവനിൽ കൊതിയുള്ള മോഹൻ നിങ്ങളുടെ കത്തി കണ്ട് പേടിച്ചു വിരണ്ടോടും. നിങ്ങൾ നിർഭയരായിരിക്കണം, ചങ്കൂറ്റമുള്ളവരായിരിക്കണം. ഞാൻ ഒരുത്തിയെ ആശിച്ചു, അവളെ വേറൊരുത്തൻ കെട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൗകര്യം കാത്തിരുന്ന് കെട്ടിയവനെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആശിച്ചെടുത്ത് വീണ്ടും അടുത്തു. അവൾക്ക് എതിർപ്പില്ല, ശ്രദ്ധിക്കണം. അവളും അടുത്തു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? മത്തായി ജ്യേഷ്ഠന് പിടികിട്ടിയോ? ഇല്ല. തന്റെ തലയിൽ എന്ത് പാടോ? തേയിലച്ചണ്ടിയാണോ? എടോ, കെട്ടിയവനെ തട്ടിയതിൽ രാധികയ്ക്കും പങ്കുണ്ട്. ശരിയല്ലേ സഹോദര? ഇവളാള് പാഷാണമാണല്ലോ ഉത്തമ. അത് പിന്നെ പതുക്കെ പറയണം. രാധയ്ക്ക് പങ്കില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ നിഴൽ ആ പടിക്ക വീഴാൻ അവള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ജ്യേഷ്ഠ? അത് നേരാ. ആ, അങ്ങനെ പറ. കേസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുക. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ? മേരിക്കുട്ടിയെ, പുട്ടില്ലേ? പുട്ടേ പുറത്ത് സപ്ലൈ ഇല്ല, അകത്ത് വന്നാ തരാം. ആ, ഞാൻ പോയി ഒരു കുറ്റി പുട്ടടിച്ചേച്ചോന്ന് ബാക്കി പറയാം. എന്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതി പതിവായിട്ട് എന്നെ കാണാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ? ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ആളുകൾ പറയില്ലേ? അതുകൊണ്ട് മേലെ താൻ ഇവിടെ വരരുത്. എന്റെ സ്ത്രീകളെ കൊന്ന പോലെ ഇനി ഞങ്ങളെയും കൊല്ലണോ? ഇറങ്ങി പോകണോ? നീ എന്താ പറഞ്ഞത്? ഞാനാണ് ശ്രീധരനെ കൊന്നതെന്ന് നിനക്ക് കോടതി പറയാമോ? ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കുറ്റം സമ്മതിക്കാം. ജയിലിൽ പോവാം, തൂക്കിലേറാം. പറയോടി. എന്താ സംഭവിച്ചെന്ന് പറയൂ. മോഹനേട്ടന്റെ അമ്മയോട് വന്നിരുന്നു. എന്തിനു വന്നു? മോഹനേട്ടൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അപവാദം പറയും. അത് കേസിന് ദോഷമായിട്ട് വരും. മോഹനേട്ടനെ ശിക്ഷിക്കും. അതുകൊണ്ട് അപ്പൊ ഞാനിവിടെ വരാതിരിക്കാൻ നീ ഒരു തന്ത്രം പ്രയോഗിച്ചാണല്ലേ? അതിന് നീ എന്നെ എത്ര തവണ താനെന്ന് വിളിച്ചു? രാധികേ, ഞാൻ ഇന്ന് ഈശ്വരനിൽ വിശ്വസിക്കുന്നു. തെറ്റിയാത്ത എന്നെ ശിക്ഷിക്കാനിടയില്ല. അഥവാ ശിക്ഷിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടിയുള്ള വലിയ ശിക്ഷയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. എന്നാലും ഞാനിവിടെ വരും. നിനക്കൊന്ന് തടയാമോ? ഈ ജീവിതത്തിൽ എനിക്കതിന് കഴിയുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി. ഞാൻ അവിടെ ചെന്നിരുന്നെന്ന് രാധിക നിന്നോട് പറഞ്ഞു? ഇല്ലെങ്കിൽ ഞാൻ അറിയോ?
അമ്മ എന്തിനാ അവിടെ പോയത്? അതിരിക്കട്ടെ, നീ എന്തിനാ